Hello dear students, next we are going to study the theorem number 1.6, sixth theorem from the first module. The theorem is stated as a simple graph with n vertices and k components must have at most n minus k into n minus k plus 1 by 2 edges. A simple graph with n vertices and k components must have at most n minus k into n minus k plus 1 by 2 edges. Here it is said that it consisting of a k components. So we know that components means the components are present in a disconnected graph. So here we are discussing about a disconnected graph. Okay, നമ്മളിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന disconnected ഗ്രാഫിനെ പറ്റിയിട്ടാണ്. And the disconnected graph consisting of k components, that is k parts, and the total number of vertices is n. ഇവിടെ total number of vertices എന്ന് പറഞ്ഞാൽ എല്ലാ കമ്പോണൻസിൻ്റെയും കൂടെ number of verticesൻ്റെ ടോട്ടലാണ് n. Then here നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്നത് the disconnected simple graph with n vertices and k components must have the number of edges be n minus k into n minus k plus 1 by 2. അതായത് എല്ലാ കമ്പോണൻസിൻ്റെയും കൂടെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് അറ്റ് മോസ്റ്റ് n minus 1 k into n minus k plus 1 by 2 ആയിരിക്കണം at most. Okay, here and the proof we have a simple graph G with n vertices and k components. Then ഓരോ കമ്പോണൻറ്റിൻ്റെയും നമ്പർ ഓഫ് വേർഡ്സസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിപ്പോൾ 5 കമ്പോണൻറ്റ്സ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമ്പോണൻറ്റ് നമ്പർ ഓഫ് വേർഡ്സസ് n1, സെക്കൻഡ് വൺ n2 ആൻഡ് n3, n4, ഫൈനലി n5 ബി ദ നമ്പർ ഓഫ് വേർഡ്സസ് ഫ്രം ദ ഫിഫ്ത്ത് കമ്പോണൻറ്റ്സ്. ആൻഡ് ഇതിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് n ആയിരിക്കും. ഓക്കെ, സോ n1, n2 up to nk be the number of vertices of these components. Then n1 plus n2 up to nk equal to n. സിഗ്മയുടെ ഫോമുല എഴുതുമ്പോൾ സിഗ്മ I equal to 1 into k ni equal to n. Okay, let the maximum number of edges is labeled as e. Then ഒരു സിമ്പിൾ ഗ്രാഫിൽ ഹാവിങ് n vertices ആണെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n ഇൻറ്റു n മൈനസ് 1 by 2 ആയിരിക്കും. സിമ്പിൾ ഗ്രാഫ് മീൻസ് എന്താ? ഹാവിങ് നോ പാരലൽ എഡ്ജസ് ആൻഡ് സെൽഫ് ലൂപ്പ്. ഫോർ എക്സാമ്പിൾ വി ഹാവ് എ സിമ്പിൾ ഗ്രാഫ് ലൈക്ക് ദിസ്. നമ്പർ ഓഫ് വെർട്ടിസസ് ഈസ് 3. ദെൻ നമ്പർ ഓഫ് edges will be n into n minus 1 by 2, that is 3 into 2 by 2, 6 by 2, 3 edges ആണ് ഉള്ളത്. അതൊരു ജനറൽ ഇക്വേഷൻ ആണ്. ഒരു സിമ്പിൾ ഗ്രാഫിൽ n വേർട്ടിസസ് ആണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n into n minus 1 by 2 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഓരോ കമ്പോണൻറ്റിലും ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യും. നമ്മൾ എടുക്കുന്ന ആദ്യത്തെ കമ്പോണൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ni into ni മൈനസ് 1 by 2 ആയിരിക്കും. ഓക്കെ, ഒരു ഗ്രാഫിലെ നമ്പർ ഓഫ് എഡ്ജസ് n മൈനസ് 1 by 2 ആണ് ഇൻറ്റു n. സോ ഒരു കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ കമ്പോണൻറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഇക്വേഷനെ ബേസ് ചെയ്ത് നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് ni ഇൻറ്റു ni മൈനസ് 1 by 2. ഓക്കെ, ദ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് ഇൻ ദ ആദ്യത്തെ കമ്പോണൻറ്റ് ഈസ് 1 by 2 into ni into n minus 1. So the total number of edges equal to e. We know that the total number of edges equal to sum of edges of all components. എല്ലാ കമ്പോണൻസിൻ്റെയും കൂടെ എഡ്ജാണ്. നമ്പർ ഓഫ് എഡ്ജസിൻ്റെ സമ്മാണ്. ഒരു കമ്പോണൻറ്റിനെ നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ എഴുതാം. അതേപോലെ എല്ലാ കമ്പോണൻസിൻ്റെയും സമ്മായിരിക്കും ഇ. ദാറ്റ് ഈസ് ഇനെ വി ക്യാൻ റൈറ്റ് ആസ് first component number of edges n1 into n1 minus 1 by 2, second component n2 into n2 minus 1 by 2, up to last component nk into nk minus 1 by 2, which is equal to e. മനസ്സിലായോ? നമുക്കിവിടെ ഒരു സിമ്പിൾ ഗ്രാഫാണുള്ളത്. ആ ഗ്രാഫിൽ n വേർട്ടിസസും k കമ്പോണൻസും ഉണ്ട്. ഓരോ കമ്പോണൻറ്റിൻ്റെ നമ്പർ ഓഫ് വേർട്ടിസസ് എന്ന് പറയുന്നത് n ആണ്. അതിൻ്റെ എല്ലാം കൂടെ സം എന്ന് പറയുന്നത് സ്മോൾ n ആണ്. അതിനെ സിഗ്മാൻ്റെ ടേംസിൽ എഴുതുമ്പോൾ സിഗ്മ ഈക്വൽ ടു 1 to k ni ഈക്വൽ ടു n. ദെൻ ഒരു ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് എഡ്ജസ് n ആണെങ്കിൽ, നമ്പർ ഓഫ് വേർട്ടിസസ് n ആണെങ്കിൽ നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n മൈനസ് 1 ഇൻറ്റു n by 2 ആണ്. ആ ഒരു ഇക്വേഷൻ നമ്മൾ ഓരോ കമ്പോണൻറ്റിലും അപ്ലൈ ചെയ്യും. ദെൻ
എല്ലാ കമ്പോണൻസിൻ്റെയും നമ്പർ ഓഫ് എഡ്ജസിൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ ഇ എന്ന ഫോമിൽ എഴുതും. ഓക്കെ, ഇ ഈക്വൽ ടു ദിസ് വേ. ദെൻ അതിനെ നമ്മൾ സിഗ്മാൻ്റെ ഫോമിൽ എഴുതുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni ഇൻറ്റു ni മൈനസ് 1/2. ഇതിൽ 1/2 പുറത്തെടുത്തു. റിമൈനിങ് പോർഷൻ സിഗ്മ ഐ ഈക്വൽ ടു 1 to k 1/2 പുറത്തെടുക്കുമ്പോൾ 1/2 ഇൻറ്റു സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ മൈനസ് ni ഇല്ലേ. ni ഇൻറ്റു ni മൈനസ് 1നെ നമ്മൾ ni സ്ക്വയർ ഈ മൈനസ് ni എന്ന് എഴുതി. ഈ സ്റ്റെപ്പ് അതിനെ വീണ്ടും സിഗ്മയുടെ ഫോമിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയപ്പോൾ, അല്ലെങ്കിൽ സിഗ്മ സ്പ്ലിറ്റ് വെച്ചിട്ട് niക്കും കൂടെ സിഗ്മ അപ്ലൈ ചെയ്യുമ്പോൾ സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ മൈനസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni. ഓക്കെ, ഈ ഒരു പോർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് n ആണ്, നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ദെൻ ഈ പോർഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ തൊട്ട് മുമ്പിൽ പഠിച്ച സ്ഥിരത്തിൽ പറഞ്ഞതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ വാല്യൂ ഉണ്ട്. സിഗ്മ ഐ ഈക്വൽ ടു 1 to k ni സ്ക്വയർ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് k മൈനസ് n ഇൻറ്റു 2n മൈനസ് k മൈനസ് മൈനസ് n. ഈ ഒരു പോർഷൻ നമുക്ക് തൊട്ട് മുമ്പിൽ തിയറം 1.5നെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, സോ n സ്ക്വയർ മൈനസ് k മൈനസ് 1 ഇൻറ്റു n മൈനസ് k മൈനസ് 1, ഇത്രയും പോർഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. സോ മൈനസ് 2nk പ്ലസ് k സ്ക്വയർ പ്ലസ് 2k 2n മൈനസ് n മൈനസ് k മൈനസ് n. ഓക്കെ, ആ പോർഷനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ദെൻ അതിൽ ഇത്രയും പോർഷൻസിനെ എടുത്തു. n സ്ക്വയർ മൈനസ് 2nk പ്ലസ് k സ്ക്വയർ, ഈ പോർഷനെ n മൈനസ് k എന്ന് എഴുതി. ഇതിനെ നമുക്ക് ജനറലൈസ് ചെയ്ത് n മൈനസ് k ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. n മൈനസ് k ദ ഹോൾ സ്ക്വയർ മൈനസ് n മൈനസ് k. ഇതിൽ നിന്ന് നമ്മൾ n മൈനസ് k കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിലോ n മൈനസ് k പ്ലസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു e. ഇത്രയേ ഉള്ളൂ പ്രൂഫ്. സോ ഫസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് വേർട്ടിസസ് സിഗ്മയുടെ ഫോമിൽ എഴുതണം. ദെൻ നമ്പർ ഓഫ് എഡ്ജസ് ഇ, സിമ്പിൾ ഗ്രാഫിൻ്റെ നമ്പർ ഓഫ് എഡ്ജസിൻ്റെ ഇക്വേഷൻ ഓരോ കമ്പോണൻറ്റിലും അപ്ലൈ ചെയ്യുക. ദെൻ നമ്പർ ഓഫ് എഡ്ജസ് കണ്ടുപിടിക്കുക, സിഗ്മയുടെ ഫോമിൽ എഴുതുക, 1/2 ഔട്ട് സൈഡ് എടുക്കുക. ദെൻ സിഗ്മയുടെ ഫോമിൽ രണ്ടിനും സിഗ്മ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോർഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് പ്രീവിയസ് തിയറത്തിനെ ബേസ് ചെയ്ത് കിട്ടും. ദെൻ അതിനെ എക്സ്പാൻഡ് ചെയ്തു, a മൈനസ് ബി ദ ഹോൾ സ്ക്വയറിൻ്റെ ഫോമിൽ എഴുതി, n മൈനസ് k ഇതിൽ നിന്ന് കോമൺ എടുത്തു. ഫൈനലി നമുക്ക് ഈ വാല്യൂ കിട്ടും. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. സോ നന്നായിട്ട് പഠിക്കാം. ബട്ട് ഈ ഒരു തിയറം പഠിക്കണമെങ്കിൽ 1.6 തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ തിയറം കിട്ടൂ. അതായത് തിയറം 1.5ൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അതായത് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാമെങ്കിൽ മാത്രമേ ഈ ഇക്വേഷനെ ഈ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റൂ. ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് ഇടയ്ക്ക് വെച്ച് തെറ്റിക്കഴിഞ്ഞാൽ ഫുള്ള് തെറ്റും. സോ നന്നായിട്ട് വീഡിയോ വാച്ച് ചെയ്ത് നോട്ടിൽ എഴുതി കറക്റ്റായിട്ട് എഴുതി പഠിക്കണം. ഓക്കെ, താങ്ക് യു.